നമസ്കാരം കൂട്ടുകാരെ. ഒരു കല്ലെടുത്തിട്ട് തേനീച്ചക്കൂട്ടിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാമിനൊക്കെ കുറേ വിഷയങ്ങൾക്ക് തോറ്റ ശേഷം അവൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അവൻ ഞങ്ങളോട് ഒരിക്കലും പറഞ്ഞ കേസുണ്ട്. അതായത്, എടാ ഈ തേനീച്ചകളൊക്കെ എത്ര ദൂരം പോയിട്ടായിരിക്കും തേനെടുത്തുകൊണ്ട് വരുന്നില്ലേ? എൻ്റെ മുന്നേ പോയവന് തേനെടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് നോക്കിക്കഴിയുമ്പോഴല്ലേ ആ പൂവിൽ തേനുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള രസകരമായ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ പിന്നീട് ഞങ്ങളെ ചിന്തിച്ചപ്പോൾ ശരിയാണ്. കാരണം ഒരു കൂട്ടിൽ നിന്ന് എത്രയേറെ തേനീച്ചകൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവരാരും ഇന്ന് തേൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പണി മുടക്കിയിട്ട് തിരിച്ചു വരാറില്ല. എല്ലാവരും തേനൊക്കെ എടുത്തുകൊണ്ട് തിരിച്ചു വരാറുള്ളൂ. നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്ന ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾക്കും ചിലതൊക്കെ നഷ്ടപ്പെടുത്തി പോകാറുണ്ട്. പക്ഷേ ഒരിക്കലും തിരിഞ്ഞു നടക്കാനായിട്ട് ഇടവരരുത്. ഞാൻ ആഗ്രഹിക്കുന്ന കോളേജിലേക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച മാർക്ക് 10ാം ക്ലാസ്സിൽ ലഭിക്കാതിരിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് ഒരിക്കലും തിരിച്ചു നടക്കാനായിട്ട് ഇടവരരുത്. മുൻപിലേക്ക് നടക്കുക. കാരണം തിരയുന്നവനും അന്വേഷിക്കുന്നവനും മാത്രമേ അത് പിന്നീട് കിട്ടുകയുള്ളൂ. അതുകൊണ്ടായിരിക്കാം പിന്നീട് SLCയുടെ മെയിൻ എക്സാമിന് എല്ലാ വിഷയങ്ങൾക്കും അവൻ ജയിക്കുകയും ഇപ്പം അവനെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ അസൂയുണ്ട്. കാരണം 4 പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു തൊഴിൽ ദാതാവ് കൂടിയാണ് അവൻ. ജീവിതം എപ്പോഴും ഒരു പുഞ്ചിരി കൊണ്ട് നേരിടാൻ വേണ്ടി നമ്മൾ ശക്തരായിരിക്കണം. ഞാൻ നിങ്ങളൊരു സെൽഫി എടുക്കാൻ വിളിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കും. റോസാപ്പൂവിനൊപ്പം സെൽഫി എടുക്കണമോ അതോ നിങ്ങൾക്ക് സെൽഫി എടുക്കാൻ താല്പര്യം നീലക്കുറിഞ്ഞിയോടൊപ്പമാണോ? കൂടുതൽ പേരും പറയും നീലക്കുറിഞ്ഞിയായിരിക്കും. കാരണം അതൊരു വെറൈറ്റി അല്ലേ? ശരിയാണ്. പക്ഷേ ആ വെറൈറ്റി ആയിട്ടുള്ള നീലക്കുറിഞ്ഞി പൂക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സൂര്യൻ്റെ വെയിൽ ഏറ്റവും കൂടുതൽ ഏൽക്കുന്ന താഴ്വാരങ്ങളാണവ. കൊടും വേനലിൽ നീരുറവുകളൊക്കെ വറ്റി വരണ്ടു പോകുന്ന സ്ഥലങ്ങൾ. പക്ഷേ അവിടെ പൂക്കുന്ന നീലക്കുറിഞ്ഞിയോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനാണ് കൂടുതൽ പേർക്കും ഇഷ്ടമെങ്കിൽ നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും ഇതുപോലെ വറ്റി വരണ്ടു പോകുന്ന ചില അവസരങ്ങളാണ്. സൂര്യൻ്റെ വെയിൽ കഠോരമായിട്ട് ഏൽക്കുന്ന അവസരങ്ങളാണ് ഈ പ്രതിബന്ധങ്ങളെന്ന് പറയുന്നത്. അവയെ തരണം ചെയ്ത് കഴിയുമ്പോൾ നാളെ നീ ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറിയെന്ന് വരാം. ആ നിന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുവാനായിട്ട് അനേകർ കടന്നു വരും. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. മറ്റൊന്നുമല്ല, നമ്മളോട് പലരും പറയാറുണ്ട് അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുന്നൊക്കെ. രാത്രി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ കാണിച്ചുകൊണ്ട് എത്ര മനോഹരമായിരിക്കുന്നു എന്ന് പറയാറുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ തിളങ്ങി നിൽക്കുമ്പോഴും സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ്. നീയാകുന്ന സൂര്യൻ നിന്റെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും നടുവിൽ അസ്തമിച്ച് നിൽക്കുന്ന സമയത്താണ് ബാക്കിയുള്ളവർ മിന്നിത്തിളങ്ങുന്നത്. പക്ഷേ ഈ രാത്രി മാറി നാളെ നേരം വെളുക്കുമ്പോൾ നീയാകുന്ന സൂര്യൻ ഉദിച്ചുയരും. അന്ന് ഇവരാരും കാണില്ല. നിന്റെ തേജോമയമായ പ്രകാശത്താൽ ഇവരെല്ലാം നയിക്കപ്പെടും. സോ നിങ്ങൾക്കൊരു നല്ല ഫ്യൂച്ചറുണ്ട്. അത് ഈ രാത്രിയുടെ ഈ പ്രശ്നങ്ങളുടെ പ്രതിബന്ധങ്ങളുടെ ഇടയ്ക്ക് അലിഞ്ഞു കളയാതെ അതിനുവേണ്ടി കാത്തിരിക്കുക, വർക്ക് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് ആർ ഓൾവേസ് അറൗണ്ട് യു. വർക്ക് ഫോർ ദാറ്റ് ആൻഡ് മേക്ക് എ ഗ്രേറ്റ് ഫ്യൂച്ചർ. സ്റ്റേ ഹോം, സ്റ്റേ സ്നാക്ക്. താങ്ക് യു.